50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന മൂത്രസംബന്ധമായ ഒരു അസുഖമാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അഥവാ BPH. സാധാരണ ആണുങ്ങൾക്ക് ഒരു 50 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് തന്നെ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങി വയ്ക്കാറുണ്ട്. പലരും മൂത്രമൊഴിക്കുവാനുള്ള ബുദ്ധിമുട്ടുകളുമായിട്ടാണ് ഡോക്ടറെ സമീപിക്കാറുള്ളത്. കൂടെ മൂത്രമൊഴിക്കുവാനുള്ള ടെൻഡൻസി, മൂത്രം മുഴുവനായി ഒഴിഞ്ഞു പോകുന്നില്ല, പെട്ടെന്ന് മൂത്രമൊഴിക്കുവാനുള്ള തോന്നൽ. പക്ഷേ പോയി മൂത്രമൊഴിക്കുവാനായി നിന്ന് കഴിഞ്ഞാൽ മൂത്രം പുറപ്പെടുവാൻ ഒത്തിരി താമസം വരിക, അതായത് ഹെസിറ്റൻസി എന്ന ഒരു കണ്ടീഷൻ പലരിലും കാണാറുണ്ട്. മൂത്രം മുഴുവനായി ഒഴിഞ്ഞു പോകാതെ യൂറിനറി ബ്ലാഡറിൽ തന്നെ കെട്ടിക്കിടക്കുകയും തൽഫലമായി അതിൽ ബാക്ടീരിയ പെരുകി യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പ്രോസ്റ്റാറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് പുരുഷ ഗ്രന്ഥിയാണ്. അത് യൂറിനറി ബ്ലാഡർ, അത് മൂത്രസഞ്ചിയുടെ ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന ഒരു 18 ഗ്രാം മാത്രം വലിപ്പമുള്ള ഒരു അവയവമാണ്. പ്രായം വർദ്ധിക്കും തോറും മറ്റ് പല കാരണങ്ങളാൽ, ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് ആവാം, മറ്റ് പാരമ്പര്യമാവാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ ഗ്ലാൻഡ് വലുതാകുവാൻ തുടങ്ങും. കൂടുതൽ വലുതാകുമ്പോൾ ഇത് മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പുറത്തേക്ക് വരുന്ന മൂത്രനാളിയെ കംപ്രസ് ചെയ്യുകയും മൂത്രം പുറത്തേക്ക് പോകാത്ത ഒരവസ്ഥ എത്തുകയും ചെയ്യാറുണ്ട്. കൂടുതൽ ആൾക്കാരും നമ്മളെ സമീപിക്കുന്നത് മൂത്ര തടസ്സം വളരെ സിവിയർ ആകുമ്പോൾ മാത്രമാണ്. ശരിക്ക് ആരംഭ ദിശയിൽ തന്നെ കണ്ട് ഡോക്ടറുടെ സഹായം തേടുകയും ശരിയായ ഹോമിയോപ്പതി ചികിത്സ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ അസുഖം മറ്റു കോംപ്ലിക്കേഷനിലേക്ക് കടക്കുന്നത് തടയുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. പ്രോസ്റ്റാറ്റ് ഗ്ലാൻഡിനുണ്ടാകുന്ന മറ്റ് 2 അസുഖങ്ങളാണ് പ്രോസ്റ്ററ്റൈറ്റിസ് അഥവാ ഇൻഫ്ലമേഷൻ. മൂന്നാമതായിട്ടുണ്ടാകുന്ന അസുഖം ക്യാൻസർ ആണ്. ക്യാൻസർ വളരെ ചുരുക്കമായിട്ട് മാത്രം ഉണ്ടാകുന്നുവെങ്കിൽ പോലും ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി ശരിയായ രീതിയിൽ ചികിത്സ ചെല്ലുമെങ്കിൽ ചിലപ്പോൾ ക്യാൻസറിലേക്ക് കടക്കുവാൻ സാധ്യത ഉണ്ട്.